ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് ബക്രീദിൻ്റെ ഹോളിഡേയുടെ അന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേരും വീട്ടിലുള്ള ദിവസമായിരുന്നു, 3 പേർക്കും മുടക്കമായിരുന്നു. അപ്പോൾ രാവിലെ എണീക്ക് എല്ലാവരും ചെയ്യണ പോലെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കും. ഭയങ്കര നേരത്തെ ഒന്നും എണീറ്റില്ല, അന്ന് മുടക്കായതുകൊണ്ട് റിലാക്സ് ചെയ്ത് എനിക്ക് 8 മണി കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ എണീറ്റായത് തന്നെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി. ഇത് അപ്പോളോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സ്ക്രബാണ്, നല്ല അടിപൊളി സ്ക്രബാട്ടോ. ഈ അപ്പോളോയിൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നല്ല ഓഫേഴ്സ് ഉണ്ട്. ഏത് 2 എടുത്താലും നമുക്ക് 2 ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, 100 റുപ്പീസുള്ളൂ. അപ്പോൾ അത് അതിൽ മോയ്സ്ചറൈസിങ് ക്രീമുണ്ട്, പിന്നെ സ്ക്രബുണ്ട്, പിന്നെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിന് തന്നെ അന്ന് കോഫി കുടിച്ചു. ഞാൻ സാധാരണ അങ്ങനെ എല്ലാ ദിവസവും ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല, പക്ഷെ അന്ന് കോഫി കുടിക്കാൻ ഒരാഗ്രഹം തോന്നിയിട്ട് കോഫി കുടിച്ചു. അത് കഴിഞ്ഞ് ആരും എണീറ്റുണ്ടായിരുന്നില്ല, ഞാൻ ആദ്യം കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കള്ളപ്പായിരുന്നു. അമൽ ചേട്ടന് എല്ലാ ദിവസവും മില്ലറ്റിൻ്റെ പുട്ടാണ് കഴിക്കുക. അപ്പോൾ അത് പുട്ട് നനയ്ക്കായിരുന്നു ഞാൻ. 9:30 മണിക്കാട്ടോ അവൻ്റെ ഗുഡ് മോർണിംഗ്. എണീറ്റ് വരണ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് വന്ന പോലെയാണ്. 5:30 മണിക്ക് കള്ളപ്പാണോ? നൈസ്. ഞാൻ തന്നെ അമൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അവന് കള്ളപ്പവും ദോശയൊക്കെ ഇഷ്ടം. ദോശയാണെങ്കിൽ നെയ്യിട്ട് കൊടുക്കണം, പിന്നെ കള്ളപ്പം തന്നെ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കഴിക്കാനിരുന്നു. ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട, മുടക്കുള്ള ദിവസമല്ലേ. അപ്പോൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കാനും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം പണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടല്ലേ? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കാഴ്ച? അതല്ലേ ഞാൻ പറഞ്ഞേ. അമ്മയുള്ള ദിവസം അമ്മ മസാജ് ചെയ്തിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ എനിക്ക് മസാജ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ മുടക്കുള്ള ദിവസം മാത്രം ഞാൻ എണ്ണ തേച്ചു. അതെ, അത് ഭയങ്കര റയറാന്ന് മാത്രം. ആണ്ടിലൊരിക്കലേ ഉണ്ടാവുള്ളൂ മാത്രം. അല്ലല്ല, മുടക്കുള്ള ദിവസം ആകെ സൺഡേ മാത്രമല്ലേ ഒഴിവുള്ളൂ. ഓ, സൺഡേ ചെയ്ത് തരാറുണ്ടല്ലോ എല്ലാ ദിവസം. സൺഡേ ഇതിപ്പോ 3 ദിവസം അടുപ്പിച്ച് മുടക്ക് കിട്ടിയതുകൊണ്ട് സമാധാനത്തിൽ ചെയ്യാം. അതെ, ബക്രീദിനെ മുടക്ക് കിട്ടിയോണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് ഉച്ചക്കലത്തെ പണി വേഗം കഴിച്ചു. ക്യാരറ്റ് തോരൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് മീൻ വറുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ HNC-യിൽ പോയിട്ടാണ്. HNC-യിൽ പോയത് എന്താണെന്ന് വെച്ചാൽ ബുക്സൊക്കെ ഓൾറെഡി വാങ്ങിയതാണ്. അവർക്ക് കെമിസ്ട്രി ലാബ് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് കോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. ഇപ്പോൾ ഫസ്റ്റ് ഇട്ടത് കറക്റ്റ് ബോഡി ഷേപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അടുത്ത സൈസ് എടുക്കുക, എങ്ങാനും കുറച്ച് തടി വെച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത സൈസ് എടുത്തുട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. അമൽച്ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിച്ചുള്ളൂ, ഞങ്ങൾ ആദ്യം കഴിച്ചു. അമൽച്ചേട്ടൻ വന്ന് കുറച്ച് നേരം കൂടിയും കിടന്നുറങ്ങി. രാവിലെ അമൽച്ചേട്ടൻ നേരത്തെ എനിക്ക് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളാ ലേറ്റായത്. അത് അപ്പോൾ കാരണം കിടക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഞാനും ഇവരും കൂടിയിട്ട് എൻ്റെ അമൽച്ചേട്ടൻ കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് കുറച്ച് മണ്ണ് മേടിക്കണമായിരുന്നു. തൃശ്ശൂർ പോയപ്പോൾ നിങ്ങളതൊന്നും കണ്ടില്ലേ, കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെടികൾ വയ്ക്കാനുള്ള മണ്ണില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മണ്ണ് മേടിക്കാൻ നമ്മുടെ പള്ളിയുടെ അടുത്ത്, ഞങ്ങളുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ നഴ്സറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. എനിക്ക് നല്ല ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, തൊണ്ടയ്ക്കൊക്കെ ഒരു കിച്ച് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ 2 പേരും അങ്ങോട്ട് പോകാട്ടോ. അങ്ങനെ നഴ്സറിയിൽ പോയിട്ട് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് വെറുതെ ചെടികൾ കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ചെടികളൊക്കെ നോക്കി നിന്നു. കുറേ ചെടികൾ എൻ്റെ ഉണ്ട്, കുറച്ച് ചെടികളുള്ളൂ, കുറേ ചെടികളില്ല. അക്കിയുടെ പോലെ അത്രയ്ക്കും ക്രേസില്ല. ഇനി വരുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ള ചട്ടികളിൽ വെക്കാനായിട്ട് മണ്ണ് മേടിക്കാനാണ് പോണത്. അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര നല്ല കേട്ടോ. അവർക്ക് മലയാളം അവർ പറയണ ഭാഷ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇവനോട് ഇങ്ങനെ ചോദിക്കായിരുന്നത്, ഹിന്ദി അല്ലല്ലോ, ഹിന്ദി പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു മലയാളത്തിൽ ഇത് ഒറീസയാണ്. അവർക്ക് ഒറീസക്കാരെ മൊത്തം, പക്ഷെ അവർക്ക് മലയാളമൊക്കെ നമ്മളെക്കാട്ടും നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണ്ണ് എടുക്കണോടത്ത് വെയിറ്റ് ചെയ്യും. ഇവിടെ മണ്ണും വളവും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചാക്ക് തരും. ഒരു ചാക്കിന് 140 രൂപ കേട്ടോ. അത് ലാഭം, അങ്ങനെ വാങ്ങിക്കുന്ന ലാഭം. കുറച്ച് വാങ്ങിക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചാക്കാണെങ്കിൽ നമുക്ക് കുറേ ചട്ടികളിൽ വെക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ഒരു പൂവിൻ്റെ കാര്യം പറയുന്നത്, ഞങ്ങൾ ഓഫീസിൽ പോകുന്നിടത്ത് ഇങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് റോട്ടിൽ, ഒരു വിലയില്ല. പക്ഷേ അതൊക്കെ ഇവിടെ കാണുമ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് അത് കാണിച്ചു കൊടുക്കായിരുന്നു, എൻ്റെ ഓഫീസിൽ പോണ വഴിക്കുള്ള ചെടിയാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പൂവിൻ്റെ.
അപ്പോൾ പൂച്ചെടികൾ എനിക്ക് അപ്പോൾ അത് മൊത്തം ചട്ടിയിലാക്കണ പണിയായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവൻ അവിടുത്തെ പുല്ല് കുറച്ച് വളർന്നതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് അവിടെ ഫുൾ ക്ലീൻ ആക്കിയിട്ടവൻ. അത് കഴിഞ്ഞ് ഉള്ള ചെടികളൊക്കെ ഒരുപോലെ ചട്ടിയിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചു. 3 തൊട്ടിയുണ്ട് ആമ്പൽ. പണ്ടത്തെ പണ്ട് നിറച്ച് ആമ്പലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടാവണില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കുളിച്ച് കിടന്ന് ഉറങ്ങി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സൂപ്പർ ബേക്കേഴ്സ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ ചായ വയ്ക്കാനൊന്നും മടി, കുറേ പണിയെടുത്ത കാരണം എല്ലാവർക്കും ക്ഷീണമായി. ചായ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോണത് നേരെ തിയോഫിനച്ചൻ്റെ അവിടേക്കാട്ടോ. നമ്മൾ ഒരിക്കൽ പോയിട്ടുള്ളതാണ്, ഒരിക്കലല്ല ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ എക്സാമിന് മുമ്പ് പോയിട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് വരാമെന്ന് അവൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ പോയിട്ട് അവിടെ ഞാൻ നിയോഗം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെരാതിൽ എഴുതിയ നിയോഗം ചെരാതിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുക ചെയ്യുക. അവിടെ നിയോഗ പ്രാർത്ഥന എഴുതിയത് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിയോഗമൊക്കെ നമുക്ക് നന്ദിയുടെ പിന്നെ വേറെ എന്തൊക്കെയാണ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് അവിടെ അവിടെ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പ്രയറാണ്. ആ പ്രയർ എത്തിച്ചിട്ട് നമ്മൾ ചെരാതിൻ്റെ ഉള്ളിൽ ഇത് കടലാസ് ആ നിയോഗം എഴുതിയിട്ടുള്ള പേപ്പർ ആ നിയോഗം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കത്തിക്കുക. അങ്ങനെ കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലയെന്ന് വിചാരിച്ചത്. പക്ഷെ അന്നൊക്കെ പോകുമ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനെ വന്നും പോയിരുന്നിരിക്കേണ്ട കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയണത് അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഷെൽഫിൽ കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ അമൽചേട്ടൻ നോക്കി പറഞ്ഞു ഇത് അതായത് ഫ്രീ ആണ്, നമുക്ക് അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമൽചേട്ടൻ ഞങ്ങൾ ലില്ലീസ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു കടയാണ് ഞങ്ങളുടെ. അത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള, ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, റീസണബിൾ റേറ്റാണ്, ഭയങ്കര റേറ്റൊന്നുമില്ല. പക്ഷേ ഷോറൂം ആദ്യം ഒരു ചെറിയ കടയായിരുന്നു, ഇപ്പോൾ അത് ഭയങ്കര ഇതായിട്ട് 3 സ്റ്റോറി ബിൽഡിംഗ് ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്ലേസർ വാങ്ങി. അവന് ഇതല്ല വാങ്ങിയത്. അപ്പോൾ അവന് അത് ഭയങ്കര ഇഷ്ടമാണ് ബ്ലേസർ. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് അവിടെ ഓഫറും ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഒരു ബ്ലേസർ അവന് വാങ്ങി. അത് കഴിഞ്ഞിട്ട് അമൽചാറിന് ഒരു ഷർട്ട് വാങ്ങി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇത് അക്കി പണ്ട് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്നാക്സ് കേട്ടോ, അതുണ്ടാക്കി. അക്കി പറഞ്ഞിട്ട് ഉണ്ടാക്കിയ റെസിപ്പി പണ്ട് ഞങ്ങൾ അക്കിയുടെ അവിടെ വെക്കേഷനിൽ നിൽക്കുമ്പോൾ അക്കി ഉണ്ടാക്കിയത്. പക്ഷെ ഇതിൽ ടൊമാറ്റോൻ്റെ ഒരു കുറവുണ്ട്, ബാക്കിയൊക്കെ സെറ്റല്ലേ. അത് ടൊമാറ്റോ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി പോലെ, ഗ്രേവിന്നല്ല പക്ഷെ ഇത്തിരി കൂടി ഉണ്ട്. അത് ടൊമാറ്റോ ഇല്ല, എന്തോ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഇല്ലടാ. ശരി, അപ്പൊ അക്കിയുടെ റെസിപ്പി സൂപ്പർ അല്ലേ. ഇതൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ലേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് പാട്ട് പിടിക്കലായിരുന്നു ഞാനും അവനും, ഞാൻ അമൽചാറിനും കൂടിയിട്ടൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എൻഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.